തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയമാണ് നേടിയിട്ടുള്ളത്. ഇത്തരത്തിൽ വിജയാഹ്ലാദം നടത്തേണ്ട ഒരു സമയത്ത് തെന്നല പോലത്തെ ഒരു സ്ഥലത്ത് ഇതുപോലൊരു പ്രതിഷേധ സംഗമത്തിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതിനെതിരെ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ, ഒരു യൂത്ത് ലീഗ് ഭാരവാഹി എന്നുള്ള നിലയിൽ, അതിനേക്കാൾ ഉപരി ഒരു വനിത എന്ന നിലയിൽ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? സ്വാഭാവികമായും നമ്മൾ വലിയ ഒരു തെരഞ്ഞെടുപ്പ് വിജയം നടത്തി അതിന്റെ വലിയ ആഘോഷങ്ങൾക്കിടയിലാണ്. പക്ഷെ എന്നാലും തന്നെയിലേക്ക് ഓടി വരണം എന്ന് തോന്നിയത് ഒന്നാമതായിക്കൊണ്ട് ഇവിടെയുള്ള സ്ത്രീകളുടെ കൂട്ടായ്മയെ അപഹസിച്ചുകൊണ്ടാണ് ഈ ഒരു രാഷ്ട്രീയ നേതാവ്, അയാളെ രാഷ്ട്രീയ നേതാവ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, അയാളുടെ ഇത്തരം ഒരു പ്രസ്താവന ഉണ്ടാവുന്നത്. അത് പറഞ്ഞ പോലെ നമുക്ക് ആവർത്തിക്കാൻ അറപ്പളവാവുന്ന അശ്ലീല പ്രസ്താവനയാണ്. എനിക്ക് തോന്നുന്നത് ഇത് അയാളുടെ ഒരു കേവലം നാക്കുപിഴയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യവുമല്ല. കാരണം കൃത്യമായിക്കൊണ്ട് അങ്ങനെ ഒരു ഡയലോഗ് പറയുമ്പോൾ അതിന് കൈയടിക്കുന്ന, അതിന് ആർപ്പ് വിളിക്കുന്ന ഒരാൾക്കൂട്ട് അയാളുടെ ചുറ്റിലുണ്ട് എന്ന ആത്മവിശ്വാസമാണ് അയാളെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു തെന്നലയിൽ നിന്ന് തുടങ്ങുന്ന ഒരു സാധനമൊന്നും അല്ല. കഴിഞ്ഞ കുറേ നാളുകളായിക്കൊണ്ട് ഇടതു മുന്നണിയുടെ സാധാരണക്കാരായ സ്ത്രീകളോടുള്ള സമീപനം ഇത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും ഭയങ്കര വിഷമത്തിലാക്കിയ ഒരു കാര്യമാണ് നമ്മുടെ ഒരു പ്രമുഖ നടി വലിയ കൊട്ടേഷൻ ബലാത്സംഗ പീഡനത്തിനിരയായതിനു ശേഷം അവരുടെ കേസിൽ വിധി വന്നതിന് ശേഷം അവരിട്ട ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ഇന്ത്യയിൽ ആർട്ടിക്കിൾ 14 പ്രകാരം ഇന്ത്യയിലെ നിയമപ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും അതേ പ്രൊട്ടക്ഷൻ കിട്ടണമെന്നും കൃത്യമായ ഒരു ഭരണഘടന പറയുന്ന ഒരു രാജ്യമാണിത്. പക്ഷെ ഇവിടെ ആ പെൺകുട്ടി പോസ്റ്റ് ഇടുകയാണ്, ഇവിടെ നാട്ടിൽ എല്ലാവർക്കും ഒരുപോലെയല്ല നീതി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത് ആ കേസിന്റെ നാൾവഴികൾ അന്വേഷിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. കേസ് വളരെ ദുർബലമാക്കാൻ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ, അല്ലെങ്കിൽ സർക്കാരിൻ്റെതെന്ന് പറയാവുന്ന രൂപത്തിൽ നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ദുർബലാവസ്ഥ, അതിനുവേണ്ടി യാതൊരു തരത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കാതിരിക്കും. മുമ്പ് കന്യാസ്ത്രീകളുടെ വിഷയത്തിലൊക്കെ സംഭവിച്ചത് ഇത് തന്നെയാണ്. കുറേ നാളുകളായിക്കൊണ്ട് സ്ത്രീകളോടുള്ള സമീപനം എന്നോണം ഈ സർക്കാർ എടുക്കുന്നത് ഈ അഴകുഴമ്പൻ സമീപനം തന്നെയാണ്. കൃത്യമായി അവഗണിക്കുന്ന ഒരു സമീപനം. അതിന്റെ തുടർച്ചയാണ് തെന്നലയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ നേതാവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ അശ്ലീലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്ത്രീകൾക്ക് പറയാനുള്ളത് ഇറങ്ങിപ്പോണെന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു മെമ്പറായി, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനപ്രതിനിധിയായി തുടരാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാത്തൊരു മനുഷ്യൻ. ഈ പറഞ്ഞ കണക്ക് എങ്ങനെയാണ് സ്ത്രീകൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുക? സ്ത്രീകളെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഏതോ ഒരാളുടെ കൂടെ കിടക്കാനുള്ള ഒരു ചരക്കായിട്ട് തോന്നുന്നു. ഇങ്ങനെ ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് എങ്ങനെ നമ്മൾ പെണ്ണുങ്ങൾ പോവുക? ഇങ്ങനെയാണ് അയാളുടെ കണ്ണുകൾ എങ്കിൽ, അയാളുടെ കാഴ്ചയെങ്കിൽ, പിന്നെ ഇത് എങ്ങനെയാണ് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായി തുടരുക? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്ദേഹം ഞങ്ങൾക്ക് മറുപടി തരണ്ട, എനിക്കോ ഇവിടുത്തെ തെന്നലയിലെ സ്ത്രീകൾക്കോ മറുപടി തരണ്ട. നിങ്ങൾ പോയൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അതെ, ഈ ജമീലത്തെയും ഇവിടുത്തെ വനിതാ ലീഗും ചെന്നൊരു കേസ് കൊടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് SP മുൻപാകെയാണത്. അദ്ദേഹം പോയി മലപ്പുറത്തെ SP പരാതിക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇനി മറുപടി പറഞ്ഞാൽ മതി. ഞങ്ങൾ ഒരു മറുപടി ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ, ഒരുപക്ഷെ UDFകാരോ വനിതാ ലീഗുകാരോ അല്ലോ, ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിരിക്കുന്നു. ബാക്കി നിയമം വഴിയെ കാണാമെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്.